എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, 2026 മെയ് 6 നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ NCA പരീക്ഷയുടെ മാത്സിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. 10 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഈ 10 ചോദ്യങ്ങൾ ഏതൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം. എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: 6√5-ൻ്റെയും 2√5-ൻ്റെയും ഗുണനഫലം അല്ലേ? എളുപ്പമുള്ള ചോദ്യമാണ്. 6√5 ഇൻറ്റു അല്ലേ 2√5 എത്ര എന്നതാണ് ചോദ്യം. എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ? സോ എങ്ങനെ ഇത് ഗുണിക്കുന്നേ? ആദ്യം നമുക്ക് ഈ പൂർണ്ണസംഖ്യകൾ ഗുണിക്കാം. 6 ഇൻറ്റു 2 എനിക്ക് എത്ര എന്ന് കിട്ടും? 12 എന്ന് കിട്ടും. ഇൻറ്റു ഇനി നമുക്ക് ഈ √5ഉം √5ഉം കൂടെ ഗുണിക്കാം. √5 ഇൻറ്റു √5. √5 ഇൻറ്റു √5 എന്ന് പറഞ്ഞാൽ 5 ആ മക്കളെ. സോ 12 ഇൻറ്റു 5 നമുക്ക് ആൻസർ 60 എന്നാണ് കിട്ടുന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓർക്കുക, √x ഇൻറ്റു √xൻ്റെ വില എപ്പോഴും x ആയിരിക്കും കേട്ടോ. √5 ഇൻറ്റു √5 5ആണ്. √10 ഇൻറ്റു √10 10ആണ്. √7 ഇൻറ്റു √7 7ആണ്. അതൊന്ന് മനസ്സിലാക്കണേ. അപ്പോൾ ഇത് ചെയ്തതിൽ സംശയമൊന്നുമില്ല. 6ഉം 2ഉം കൂടെ ഗുണിച്ചു 12, √5ഉം √5ഉം കൂടെ ഗുണിച്ചു അത് 5ആണ്. 12 ഇൻറ്റു 5 60 നമ്മുടെ ഉത്തരം. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: 32/1/5ൻ്റെ വില. 32/1/5 അല്ലേ? 32/1/5ൻ്റെ വില. മക്കളെ, 32നെ ബേസും പവറുമാക്കി എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2/5 ആണ് 32. 2/5 ആണ് 32. അപ്പോൾ 32ൻ്റെ സ്ഥാനത്ത് 2/5 എന്ന് എഴുതാം. all⁻1/5 എന്ന് വരും. ഇപ്പം ഇത് a⁻m all⁻n ഫോർമാറ്റിലാണ്. ഇങ്ങനെ വന്നാൽ പവറുകൾ തമ്മിൽ ഗുണിക്കണം എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. സോ ആൻസർ 2/5 ഇൻറ്റു 1/5 എന്ന് വരും അല്ലേ? സോ 5ഉം 5ഉം വെട്ടിപ്പോയി 2/1 എന്ന് കിട്ടും. അതായത് ഈ ചോദ്യത്തിൻ്റെ ആൻസർ 2 ആണ്. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം: 2 ഗോളങ്ങളുടെ വിസ്തീർണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 25:36 ആണെങ്കിൽ അവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്ര? ഓക്കെ, 2 ഗോളങ്ങളുടെ വിസ്തീർണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 25:36 ആണെങ്കിൽ അവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം. മക്കളെ, നമ്മളിങ്ങനെ മനസ്സിലാക്കുക, 2 ഗോളങ്ങളുടെ ആരങ്ങൾ a:b എന്ന അംശബന്ധത്തിലാണെങ്കിൽ 2 ഗോളങ്ങളുടെ ആരങ്ങൾ a:b എന്ന അംശബന്ധത്തിലാണെങ്കിൽ അവയുടെ വിസ്തീർണങ്ങളുടെ അംശബന്ധം a²:b² എന്ന അംശബന്ധത്തിലും അവയുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം a³ എന്ന അംശബന്ധത്തിലുമായിരിക്കും. എന്താ നമ്മൾ പറഞ്ഞ നോട്ട്? 2 ഗോളങ്ങളുടെ ആരങ്ങൾ a:b എന്ന അംശബന്ധത്തിലാണെങ്കിൽ അവയുടെ വിസ്തീർണങ്ങൾ a²:b² എന്ന അംശബന്ധത്തിലും അവയുടെ വ്യാപ്തങ്ങൾ a³ എന്ന അംശബന്ധത്തിലുമായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ 2 ഗോളങ്ങളുടെ ആരങ്ങൾ മക്കളെ നമുക്ക് 2:3 എന്ന അംശബന്ധത്തിലാണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ അവയുടെ വിസ്തീർണങ്ങളുടെ അംശബന്ധം 2² 4, 3² 9, 4:9 എന്ന അംശബന്ധത്തിലായിരിക്കും. എങ്കിൽ അവയുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം 2³ 8, 3³ 27, 8:27 എന്ന അംശബന്ധത്തിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വിസ്തീർണങ്ങളുടെ അംശബന്ധം തന്നിട്ട് ആരങ്ങളുടെ അംശബന്ധം ചോദിച്ചേക്കുന്നത് അല്ലേ? വിസ്തീർണങ്ങളുടെ അംശബന്ധം തന്നിട്ട് ആരങ്ങളുടെ അംശബന്ധം കാണാൻ വിസ്തീർണങ്ങളുടെ അംശബന്ധത്തിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ? അപ്പോൾ വിസ്തീർണങ്ങൾ ഏത് റേഷ്യോയിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 25:36 ആണോ? അപ്പോൾ ആരങ്ങൾ ഏത് റേഷ്യോയിലാണെന്നറിയാൻ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. സ്ക്വയർ റൂട്ട് ഓഫ് 25 5, സ്ക്വയർ റൂട്ട് ഓഫ് 36 6, 5:6 ആണ് ആൻസർ. 5:6 ആണ് ആൻസർ. സോ നമ്മുടെ ആൻസർ 5:6 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ശരി,
മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 3 സെന്റിമീറ്റർ വശമുള്ള ഒരു ക്യൂബിന്റെ വ്യാപ്തം. ഓക്കെ മക്കളെ, ക്യൂബിന്റെ വ്യാപ്തത്തിന്റെ ഇക്വേഷൻ, വ്യാപ്തം അല്ലെ, ക്യൂബിന്റെ വ്യാപ്തത്തിന്റെ ഇക്വേഷൻ, വ്യാപ്തം എന്ന് പറഞ്ഞാൽ എ ക്യൂബാണ്. ഒരു ക്യൂബിന്റെ സമചതുര കട്ടയുടെ ക്യൂബിന്റെ വ്യാപ്തം എ ക്യൂബാണ്. വശം 3 ആണെങ്കിൽ 3ന്റെ ക്യൂബ് ഉത്തരം. 3ന്റെ ക്യൂബ് 27 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 27 ആൻസർ ഓപ്ഷൻ സി ആണ്. സോ ഒരു ക്യൂബിന്റെ ഉപരിതല വിസ്തീർണം എന്താ? 6a² ആണ് കേട്ടോ. ഒരു ക്യൂബിന്റെ ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല വിസ്തീർണം. ഒരു ക്യൂബിന്റെ വ്യാപ്തം എ ക്യൂബാണ്, മറക്കണ്ട. ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ സമചതുരക്കട്ട അല്ലേ. ഒരു ക്യൂബിന്റെ, സോ ഇതാണ് നമ്മുടെ ക്യൂബ്. ഇങ്ങനെയുള്ള ഒരു ക്യൂബിന്റെ വ്യാപ്തം, വോളിയം എ ക്യൂബ്, ഉപരിതല വിസ്തീർണം 6a². ശരി, മുന്നോട്ട്. അടുത്ത ചോദ്യം. 24 വിദ്യാർത്ഥികളുടെയും ഒരധ്യാപകന്റെയും ശരാശരി വയസ്സ് 15 ആണ്. അധ്യാപകനെ ഒഴിവാക്കിയാൽ ശരാശരി 14 ആകും. എങ്കിൽ അധ്യാപകന്റെ വയസ്സ് എത്ര? മക്കളെ, 24 വിദ്യാർത്ഥിയുടെയും ഒരധ്യാപകന്റെയും, അപ്പൊ ആകെ 25 ആളുകളുണ്ട്, ആണോ? ഈ 25 ആളുകളുടെ ശരാശരി വയസ്സ് 15 ആണ് എന്ന് തന്നിട്ടുണ്ട്. അധ്യാപകനെ ഒഴിവാക്കിയാൽ 24 ആളുകളാകും. അപ്പോൾ ശരാശരി വയസ്സ് 15 എന്നുള്ളത് 14 ആയിട്ട് മാറും. എങ്കിൽ അധ്യാപകന്റെ വയസ്സ് എത്ര എന്ന ചോദ്യം. ഇതിന് ഒത്തിരി ഷോർട്ട് കട്ടുകളൊക്കെ പറയുന്നുണ്ട്. ഒന്നും വേണ്ട, വെറുതെ തുക കണ്ടുപിടിച്ച് ഡിഫറൻസ് എടുത്തങ്ങ് ചെയ്താൽ മതി. ഒന്നുമില്ല മക്കളെ, സിമ്പിൾ ആയിട്ട് ചെയ്യാം. 25 പേരുടെ ശരാശരി വയസ്സല്ലേ 15. അപ്പൊ 25 പേരുടെ ആകെ വയസ്സ് കണ്ടുപിടിക്കാലോ. 25 × 15 നമുക്ക് 375 എന്ന് വരും, ആണോ? 24 പേരുടെ ശരാശരി വയസ്സല്ലേ 14. അപ്പൊ 24 പേരുടെ ആകെ വയസ്സ് കണ്ടുപിടിക്കാലോ. 24 × 14 നമുക്ക് 336 എന്ന് കിട്ടും. അപ്പൊ 25 പേരുടെ ആകെ വയസ്സ് 375, 24 പേരുടെ ആകെ വയസ്സ് 336. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ആയിരിക്കും അധ്യാപകന്റെ വയസ്സ് അല്ലെ. 24 പേരുടെ ആകെ വയസ്സ് 336, അധ്യാപകൻ അടക്കം 25 പേരുടെ ആകെ വയസ്സ് 375. അപ്പൊ അതിന്റെ ഡിഫറൻസ് എത്രയാണോ അതാണ് അധ്യാപകന്റെ വയസ്സ്. സോ ഇതിന്റെ ഡിഫറൻസ് നമുക്ക് 39 എന്നാണ് കിട്ടുന്നത്. അപ്പൊ അധ്യാപകന്റെ വയസ്സ് 39 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 മടങ്ങാണ്. 5 വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ തുക 66 ആകുമെങ്കിൽ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ഓക്കെ, അപ്പം അമ്മയും ഉണ്ട് മകളും ഉണ്ട്. MD ഡോട്ടർ, മദർ ആൻഡ് ഡോട്ടർ ആണോ? അവരുടെ വയസ്സ് 3 മടങ്ങാണ് അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ. അപ്പം വയസ്സിൻ്റെ റേഷ്യോ 3:1 എന്നെടുക്കാം. അമ്മയുടെ വയസ്സ് 3 എന്ന റേഷ്യോയിൽ, മകളുടെ വയസ്സ് 1 എന്ന റേഷ്യോയിൽ. കാരണം അമ്മയ്ക്ക് മകളുടെ 3 മടങ്ങ് പ്രായമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ വയസ്സ് 3 എന്ന റേഷ്യോയിലാണ്, അപ്പോൾ 3x എന്ന് എടുക്കാം. മകളുടെ വയസ്സ് 1 എന്ന റേഷ്യോയിലാണ്, അപ്പോൾ 1x എന്ന് എടുക്കാം. ഇനി 5 വർഷം കഴിയുമ്പം വയസ്സുകളുടെ തുക 66 ആകും എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് 3x + 5 ആയിട്ട് മാറും. 5 വർഷം കഴിയുമ്പോൾ മകളുടെ വയസ്സ് 1x + 5 ആയിട്ട് മാറും. ഇപ്പോൾ വയസ്സുകളുടെ തുക 66 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതും കൂടെ കൂട്ടുമ്പം 66 കിട്ടണം. ശരിയാണോ മക്കളെ? നമ്മൾ കൂട്ടുവാണെങ്കിൽ 3x ഉം 1x ഉം 4x + 10 = 66 എന്ന് വരും അല്ലേ. അതിൽ നിന്ന് 4x = 56 വരും. x = 56/4 14 എന്ന് കിട്ടും. റെഡിയാണോ? മകളുടെ വയസ്സ് നമ്മൾ x എന്നാണ് എടുത്ത്. മകളുടെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ നമുക്ക് 14 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേ പിടിച്ചോ. കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ഏതാണ് കൂട്ടത്തിൽ ചേരാത്തത്? മക്കളെ, രണ്ടൊരു പ്രൈം നമ്പറാണ്. 71ഉം 73ഉം 79ഉം ഒരു പ്രൈം നമ്പറാണ്. എന്നാൽ 91 ഒരു പ്രൈം നമ്പർ അല്ല. അതായത് 91 എന്ന് പറഞ്ഞാൽ 13 × 7 91 ആണ്.
അല്ലേ? അപ്പോൾ 91 7ൻ്റെ മൾട്ടിപ്പിളുമാണ്, 13ൻ്റെ മൾട്ടിപ്പിളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് 91 മാത്രം പ്രൈം നമ്പർ അല്ല, ബാക്കിയുള്ളതെല്ലാം പ്രൈം നമ്പറാണ്. 90 കൂട്ടി വരുന്ന പ്രൈം നമ്പർ 97 ആണ്. 91 പ്രൈം നമ്പർ അല്ല. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തയാൾ 91 ആണ്, കൂട്ടത്തിൽ ചേരാത്തയാൾ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ പറയുന്ന ശ്രേണിയിൽ തെറ്റ് ഏതെന്ന് കണ്ടുപിടിക്കാം. ഈ ശ്രേണിയിലെ തെറ്റ് ഏതെന്ന് നോക്കണം. ഓക്കെ മക്കളെ, 31 ഉണ്ട്, 2 41 ഉണ്ട്, 3 52 ഉണ്ട്, 4 61 ഉണ്ട്, 5 71 ഉണ്ട്, 6. ഇത് 1 ഇടവിട്ട ശ്രേണിയല്ലേ? 2 3ആയി, 3 4ആയി, 4 5ആയി, 5 6ആയി. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് 1 ഇടവിട്ട് പോകുന്നു. ഇത് 31 41ആയി, 41 51 ആയിരുന്നു ആവേണ്ടത്, 51 ആയിരുന്നു ആവേണ്ടത്. അവിടെ 51 വന്നാൽ ഇത് വീണ്ടും 61, ഇത് വീണ്ടും 71, 10 കൂടി കൂടി പോകും. അപ്പോൾ 52ൻ്റെ സ്ഥാനത്ത് 51 വന്നാൽ ഉത്തരം കറക്റ്റ് ആവും. അപ്പോൾ ഇവിടെ തെറ്റായിട്ട് കിടക്കുന്നത് 52 ആണ്. ശരി, അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. 1200 രൂപ വിലയുള്ള വാച്ചിന് 12% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? 1200 എന്ന് പറഞ്ഞാൽ വാച്ചിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പം 100% എന്ന് പറയുന്നതാണ് 1200 രൂപ ആണോ? 100% എന്ന് പറയുന്നതാണ് 1200 രൂപ. 12% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നറിയാൻ 112% എന്ന് പറയുന്നത് എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് നോക്കണം. 100%ആണ് 1200 രൂപ. 12% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നറിയാൻ 112% എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് നോക്കണം. മക്കളെ, ഇത് എത്ര ഇരട്ടിയാ? 12 ഇരട്ടിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടും 12 ഇരട്ടി എടുത്താൽ പോരെ? ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 112 × 12 1344 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1344. റെഡി അല്ലേ ചെയ്തത്? 1200 രൂപ വിലയുള്ള വാച്ചിന് 12% ലാഭം കിട്ടാൻ എന്ത് വിലയ്ക്ക് വെക്കണം? വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാതെ ഇവിടെ 1200ൻ്റെ 112% എത്ര എന്ന് കണ്ടുപിടിച്ചാലും മതി. 1200ൻ്റെ 112% അല്ലേ? 12% ലാഭം കിട്ടാൻ 12% വില കൂട്ടിയിരിക്കണം. അപ്പോൾ 1200ൻ്റെ 112% എത്ര എന്ന് കണ്ടുപിടിക്കാം. 1200 × 112/100. എന്നാലും 12 × 112 1344 എന്ന് ഉത്തരം കിട്ടിക്കോളും. സാധാരണ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലല്ലേ ചെയ്യാറ്? വാങ്ങിയ വില 100% എടുക്കും, 12% ലാഭം കിട്ടാൻ 112% എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ കൂട്ടുപലിശയുടെ ചോദ്യമാണ്. 10,000 രൂപയ്ക്ക് 5% നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചാൽ 2 വർഷത്തിന് ശേഷം എത്ര രൂപ ലഭിക്കും എന്നതാണ് ചോദ്യം, അല്ലേ? അപ്പോൾ 10,000 രൂപ 5% നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു എങ്കിൽ 2 വർഷം കൊണ്ട് എത്ര രൂപ ലഭിക്കുന്ന, അല്ലേ? എത്ര രൂപ കൂട്ടുപലിശ എത്ര എന്നല്ല, ആകെ എത്ര തിരിച്ച് കിട്ടുന്ന ചോദ്യം. മക്കളെ, ഒന്നെങ്കിൽ 1-to-1 മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ലോജിക്ക് ഫസ്റ്റ് ഇയറിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. അത് 10,000ൻ്റെ 5%. 10,000ൻ്റെ 10% 1000. അപ്പോൾ 5% 500. ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ 500. രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ കാണാൻ നമ്മൾ ചെയ്യുന്നത് 500ൻ്റെ 5% കണ്ടുപിടിക്കണം. 500ൻ്റെ 10% 50, 5% 25. അത് 500ൻ്റെ കൂടെ കൂട്ടി എഴുതണം, 525. ഇതാണ് രണ്ടാമത്തെ വർഷത്തെ പലിശ. രണ്ടും കൂടെ കൂട്ടുമ്പം 1025 എന്ന് വരും, 1025. അപ്പോൾ 2 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ 1025 രൂപയാണ്. അപ്പോൾ മുതലും പലിശയും കൂടെ ആകെ എത്ര കിട്ടുന്നറിയാൻ 10,000ൻ്റെ കൂടെ 1025 കൂടെ കൂട്ടണം. സോ നമുക്ക് കിട്ടുന്ന ആൻസർ 1125 അല്ലേ? 110/25. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് പരീക്ഷയ്ക്ക് വന്ന 10 ചോദ്യങ്ങൾ.
എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു സിമ്പിൾ എക്സാം ആയിരുന്നു കേട്ടോ. സോ ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി കാണാം. ടാറ്റാ.